നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജ്മോഹൻ, അങ്ങനെ ഒടുവിൽ നമ്മുടെ ഇരട്ടച്ചങ്കന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം കൈവന്നിരിക്കുന്നു. ധന്യമുഹൂർത്തം. 9 വർഷത്തിന്റെ അവസാനം ഇതാ അദ്ദേഹം അതിവേഗം നമ്മുടെ വിഴിഞ്ഞത്ത് കപ്പലെത്തിച്ചിരിക്കുന്നു. ആഘോഷമാണ് എല്ലായിടത്തും. തുള്ളിച്ചാടുകയാണ് സഖാക്കൾ. നഗരം മുഴുവൻ ഫ്ലക്സ് ആണ്. ഫ്ലക്സ്. സത്യത്തിൽ എനിക്ക് വിഷമമുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ കക്കൂസി പോകുന്ന പോലത്തെ ഒരു ചിരിയാണോ ചിരിക്കുന്നത്? അതെ അതെ അതെ. അപ്പോ ഈ ചിരിയുടെ ഒരു ഫോട്ടോ ഇന്ന് 1-ാം പേജ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട ഫോട്ടോ പരസ്യം അതല്ല. അതെ, കാരണം അവർക്ക് കാശില്ല, ഖജനാവിൽ കാശില്ല പരസ്യം കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങേരിക്കും മേളം വരെ താഴെ വരെ ഫുൾ ഫിഗർ ഫോട്ടോ. ഇവിടത്തെ മാത്രമല്ല, മറ്റേ ദേശീയ ദേശീയവും വിദേശവും കൂടെ കൊടുക്കുവാൻ. പക്ഷേ ഈ ഉദ്ഘാടനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉമ്മൻചാണ്ടി എന്നൊരു വാക്ക് വരാതിരിക്കാൻ ശ്രമിച്ചു. മോശമാണത്. അതൊരിക്കലും അത് ശരിയല്ല. അത് എന്തായാലും അവിടെ പ്രസംഗിച്ച അദാനിയും കരൺ അദാനിയും നമ്മുടെ വിൻസെന്റ് MLA മാത്രമാണ്. അദാനി പറഞ്ഞു. സ്വാഭാവികം, അദ്ദേഹം പറഞ്ഞു. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതിരുന്നത്. ഉറപ്പാണല്ലോ, കാര്യം അദ്ദേഹം വന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് പറയും. ഉമ്മൻചാണ്ടിക്ക് നന്ദി പറയുള്ളൂ. അത് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ കടന്നപ്പള്ളിക്കും തേവറോലിനും ഒക്കെ അഭിനന്ദനമായിരുന്നു. തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന് രാഘവന്റെ പേരും പറഞ്ഞു കാണത്തില്ല, ഒരിക്കലും പറയില്ലല്ലോ. തന്നെങ്കിലും ഇതിന്റെ ഞാൻ ഇന്നാണ് നമ്മൾ കുറേ കാലമായി നമ്മൾ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പറയുമ്പോഴും സമഗ്രമായ ചരിത്രം പഠിക്കുന്നത് നിന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 വ്യക്തികൾക്ക് മാത്രമേ രാഷ്ട്രീയക്കാരിൽ ഈ പേരിന് അർഹതയുള്ളൂ. കുറേ പേര് ചില ചെറിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് MV രാഘവൻ, ഉമ്മൻചാണ്ടിക്ക്. തീർച്ചയായും. ബാക്കി ഇപ്പം നയനാരുടെ കാലത്ത് ഒരു ചെറിയ പഠനം നടത്തിയിരുന്നു, ഒരു ചെറുത്. അതുപോലെ VS അച്യുതാനന്ദൻ്റെ കാലത്ത് അവന് അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറഞ്ഞ ചില പദ്ധതി നടത്തിയിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചത്, കഷ്ടപ്പെട്ടത്, ഇത് സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ രാഷ്ട്രീയക്കാർ MV രാഘവനും ഉമ്മൻചാണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി നടന്നതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇവർക്കാർക്കുമല്ല, ഏലിയാസ് ജോൺ എന്ന മാധ്യമ പ്രവർത്തകർ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ റോള് വേണ്ടതുപോലെ പരിഗണിച്ച്. എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. ഞാൻ ഏലിയാസ് ജോണിനെ വിളിച്ചു. വിളിച്ചിട്ട് എനിക്ക് അഭിമുഖം കൊടുക്കണമെന്ന് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ ഏലിയാസേ? നിങ്ങൾക്ക് തരത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? നിങ്ങളെ ആ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമര സമയത്ത് അവരുടെ കൂടെ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളും മത്സ്യത്തൊഴിലാളിയല്ലേ? അതൊക്കെയാണ്. പക്ഷെ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ആര് നിന്നാലും ഞാൻ അവർക്കെതിരാണ്. അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിൽ, പക്ഷെ എനിക്ക് വിഷമില്ല. പുള്ളി ആത്മാർത്ഥതയുടെ ഭാഗം. തീർച്ചയായും. സത്യത്തിൽ ഞാൻ ഇന്നാണ് ഈ ഏലിയാസ് ജോണിൻ്റെ ഈ റോള് ശരിക്കും പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ അഭിമാനം തോന്നും. ഈ ശംഖുമുഖത്താണ് അയാളുടെ വീട്. അതെ, മത്സ്യത്തൊഴിലാളിയുടെ മോനാണ്. അപ്പോൾ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ ശരിക്കും പറഞ്ഞാൽ ഈ തിരുവനന്തപുരം ലത്തീൻ രൂപതയിലെ ഒരുപാട് അച്ഛന്മാർ പോലും, ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ പരിചയപ്പെട്ടു, ഒരു ചടങ്ങിന് വിളിക്കാൻ പോയത്. എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു വെഞ്ചരിപ്പിന് കണ്ടതാണ് അച്ഛനെ. അപ്പോൾ എനിക്കായിരുന്നു ഈ അച്ഛനെ പിക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാധ്യത. അച്ഛൻ്റെ പേര് സൈറസ് അച്ഛൻ എന്നാണ് പേര്. അപ്പം ഞാൻ അവിടെ ചെന്ന് അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കുവാണ്, ഇവൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാനിങ്ങനെ കൊണ്ടുപോകാൻ. പക്ഷെ അച്ഛന് വലിയ ചിരിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ പോയപ്പോൾ വർത്താനം പറഞ്ഞു. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഇടതാന്ന് തോന്നുന്നു, കാരണം എന്നോട് അത്ര വലിയ ഇഷ്ടം തോന്നുന്നില്ല, ഇടതാന്ന് തോന്നുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അച്ഛൻ മത്സ്യത്തൊഴിലാളിയുടെ മോനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മത്സ്യത്തൊഴിലാളികൾ അച്ഛന്മാരുണ്ടോ? പറഞ്ഞു, ഇല്ല, ഇവിടുത്തെ തിരുവനന്തപുരം രൂപതയിലെ ഒരുപാട് അച്ഛന്മാർ മത്സ്യത്തൊഴിലാളിയുടെ മക്കളാന്ന് പറഞ്ഞു. അവരുടെ ആ റിയൽ സ്പിരിറ്റ്, നമ്മൾ ഈ മത്സ്യത്തൊഴിലാളി സമരമൊക്കെ നടക്കുമ്പോൾ വലിയ സ്പിരിറ്റ് ഉണ്ടാകുന്ന പ്രധാന കാരണം ഇവർ മത്സ്യത്തൊഴിലാളിയുടെ മക്കളാണ്. കന്യാകുമാരി ജില്ലയിൽ ഇതേ പ്രത്യേകതയുണ്ട്, മക്കള് അച്ഛന്മാരുണ്ട്. അപ്പോൾ ഈ അച്ഛനെ എന്നെ 2 കാര്യത്തിൽ അത്ഭുതപ്പെടുത്തി. ഒന്ന്, അച്ഛൻ ഈ കോർപ്പറേറ്റ്, അതായത് ഇപ്പം അച്ഛൻ്റെ ഇടവകയുടെ ചുമതലയാണ്, ഒപ്പം തിരുവനന്തപുരം കോർപ്പറേറ്റിൻ്റെ സെക്രട്ടറിയാണ്. സ്കൂളും പക്ഷേ എന്നിട്ട് ഈ തിരക്കിനിടയിൽ അച്ഛൻ ഈ പരിപാടിക്ക് വിളിച്ചപ്പം വന്നു. വലിയ പരിചയമുള്ളവർ വിളിച്ചൊന്നുമല്ല, അവരൊരു ആവശ്യത്തിന് ഇത് വിളിച്ചു എന്ന് മാത്രമല്ല. സാധാരണഗതിക്ക് നമ്മൾ ഈ അച്ഛന്മാര്, നമുക്കൊക്കെ അച്ഛന്മാരെ അറിയാം, ഈ ചടങ്ങുകൾ വരുമ്പോൾ ചില്ലറ കിട്ടും. ഇവർക്കധികം ഈ ശമ്പളമൊന്നുമില്ല. ഇവർക്ക് അഴിമതി നടത്താത്ത അച്ഛന്മാർക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട്. ചെറിയ ശമ്പളം ഇവർക്ക് കൊടുക്കത്തുള്ളൂ. ഇതുകൊണ്ട് വേണം ഇവരുടെ വട്ടച്ചെലവൊക്കെ കഴിയാനായിട്ട്. ഈ അച്ഛന് ഈ പറയുന്ന അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാൻ തോന്നുന്നു. ഇല്ല, കത്തോലിക്ക സഭയാണ്. വിവാഹം കഴിക്കാൻ പറ്റുന്നത് യാക്കോബായ ഓർത്തഡോക്സ്, മറ്റു സഭകൾക്കെല്ലാം പറ്റും. കത്തോലിക്ക സഭയുടെ 3 മാത്രം പറ്റില്ല. ഈ അച്ഛന് ഇച്ചിരി കാശ് കൊടുത്തിട്ട് അച്ഛൻ മേടിച്ചില്ല എന്ന് മാത്രമല്ല, ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തി. സാധാരണഗതിക്ക് ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നത്, എൻ്റെ ഒരു വണ്ടി വെഞ്ചരിക്കാൻ വേണ്ടി ഒരു അച്ഛൻ്റെ അടുത്ത് എന്നേ
അച്ഛൻ വണ്ടി വെഞ്ചരിച്ച് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അച്ഛൻ കൈ നീട്ടി എന്നോട്. ദക്ഷിണ വരട്ടെ. ദക്ഷിണ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരച്ഛൻ കോർപ്പറേറ്റ്, ഞങ്ങളുടെയൊക്കെ രൂപതയുടെ കോർപ്പറേറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞുണ്ടല്ലോ, നമുക്ക് അടുക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ജഡ്ജിമാരുടെ രീതിയിലാണ്. കാരണം സ്വാധീനിക്കാൻ വരുവാണെന്ന് പറയുന്നത് സംശയിക്കും. ഇത് ഒരു ഇടവകയുടെ ചുമതലയുണ്ട്, കോർപ്പറേറ്റ് സെക്രട്ടറിയാണ്, വലിയ പരിചയം പോലും ഇല്ലാത്ത ഒരു വീട്ടുകാർ അദ്ദേഹത്തെ വെഞ്ചരിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ വരികയും ഒരു ചായ പോലും കുടിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചായ കുടിച്ചു, ഞാൻ ഭക്ഷണം കഴിച്ചു, അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായി, ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. ഇത് കച്ചം പോകുന്ന അച്ഛൻ ഒരു അങ്ങനത്തെ നന്മയുള്ള മനുഷ്യനാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, ഈ ഏലിയാസ് ജോൺ ഇങ്ങനെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. മത്സ്യത്തൊഴിലാളികളുടെ അദ്ദേഹം നല്ല വിദ്യാഭ്യാസം നേടി മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പത്രപ്രവർത്തനം താല്പര്യമാകുന്നത്. അദ്ദേഹം ദൂരദർശനിൽ ജോലിക്ക് കയറുന്നു. ദൂരദർശനിലെ പ്രോഗ്രാം അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം അന്ന് ബ്യൂറോയിൽ പ്രവർത്തിച്ചിരുന്ന ലീൻ ജസ്മസിനെ പരിചയപ്പെടുന്നു. അദ്ദേഹം ലീൻ ബി ജസ്മസ് കാര്യവട്ടത്ത് ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ട് പഠിച്ച ആളാണ്, പഠിച്ച ആളാണ്. അപ്പം ലീൻ ബി ജസ്മസ് അവിടെ ഒരു ബ്യൂറോയിലുണ്ട്. അപ്പം ലീൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഈ ശരിക്കും ഇവർക്കൊക്കെ ഒരു നേരത്തെ തോന്നുവാണ്, ഇപ്പം ഈ വാർത്തയുടെ ലോകം പരക്കുമെന്നൊരു തോന്നലുണ്ടായപ്പം ലീൻ എന്ത് ചെയ്തു, അന്ന് വാർത്താ ചാനലുകൾ ഇല്ല, ദൂരദർശൻ ഒരു ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ, ഏഷ്യാനെറ്റ് ബുള്ളറ്റിന് ഇല്ല. ലീൻ അവിടെ നിന്ന് ചാടുന്നു. എന്നിട്ട് NTV എന്ന് പറയുന്ന അറിയാമായിരിക്കും, ആ കഥ NTV കുറെ പ്രോഗ്രാം ചെയ്തു, ഒരുപാട് പേരുണ്ട്. കണ്ണാടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞത് NTVയുടെ പരിപാടിയായിരുന്നു. TNG അങ്ങനെയാണല്ലോ ആ പ്രോഗ്രാമിന്റെ അവതാരമായിട്ട് വരുന്നത്. പിന്നീട് അതേ ഏഷ്യാന്റെ ഭാഗമായി അണിയറ. പിന്നെ വേറൊന്നുണ്ടായിരുന്നല്ലോ, ശരി, TN ഗോകുമാർ ഇതിന്റെ അവതാരം. പിന്നെയാണ് അദ്ദേഹം ഏഷ്യാന്റെ ഭാഗമാകുന്നത്. അദ്ദേഹം മറ്റ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, അദ്ദേഹം വേറെ വിദേശ പത്രങ്ങൾക്ക് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. പിന്നെയാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹം കണ്ണാടി അവതരിപ്പിച്ചിട്ട് പിന്നെ അദ്ദേഹം അവിടുത്തെ അതിന്റെ ഒരു ആളായി മാറിയത്. എക്സിക്യൂട്ടീവ് എഡിറ്റർ വരെയായി, വലിയ പദവിയിലെത്തിയത്. അല്ലെങ്കിൽ അദ്ദേഹം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ ഈ ലീൻ ഇത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എന്താണ് നമ്മുടെ ഏലിയാസ് ജോണും ഇതിന്റെ ഭാഗമായി. അങ്ങനെ ഏലിയാസും ലീനും ഒരുമിച്ചാണ് ഈ NTV കൊണ്ടുവരും. NTV സാക്ഷി എന്ന് പറയുന്നുണ്ടായിരുന്നു. സാക്ഷി നമ്മുടെ രാമേന്ദ്രൻ സാർ നറേഷൻ. സാക്ഷി, അണിയറ കുറെ ഉണ്ടായിരുന്നു. അണിയറ വളരെ തീർച്ചയായിട്ടും അവരിങ്ങനെ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരുപാട് സഹപ്രവർത്തകർ അവിടെ നേരത്തെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ആയി വന്നവരുണ്ടായിരുന്നു പല സമയങ്ങളിൽ. അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ TV ജേർണലിസത്തിന് കൃത്യമായ ഒരു ദിശാബോധം നൽകിയത് NTV ആണ്. അപ്പം ഇപ്പോഴും ഇന്നിപ്പം ഞാൻ ലീൻ ജസ്മസിനോട് സംസാരിച്ചപ്പോൾ ലീൻ പറഞ്ഞൊരു കാര്യം, ഇന്നലെ ഷാദന്റെ ഇതിനകത്തൊരു ചെറിയ തെറ്റുണ്ടായിരുന്നു പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞൊരു വീഡിയോയ്ക്കകത്തൊരു തെറ്റുണ്ടായിരുന്നു. തെറ്റെന്താന്ന് വെച്ചാൽ, നമ്പി നാരായണനെ TN ഗോപകുമാർ ഇന്റർവ്യൂ ചെയ്തു, അങ്ങനെയാണ് അദ്ദേഹമാണ് കൊണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്പി നാരായണനെ പോയി പിക്ക് ചെയ്യുന്നതും ഇത് അന്വേഷിക്കുന്നതും ഈ ചാരക്കേസിലൊന്നും ഇല്ലാന്ന് കണ്ടത് NTV-യാണ്, ലീനും ഇവരാണ്. എന്നിട്ട് ഇവർ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തു. അങ്ങനെയാണ് ആ ഒരു സംവിധാനം. അപ്പം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആണ് NTV-യുടെ ഭാഗമായി നമ്മുടെ MV രാഘവൻ ഇന്റർവ്യൂ എടുക്കുന്നത്. ഈ MV രാഘവനാണ് ഇവരോട് ആദ്യമായി പറയുന്നത് ഈ വിഴിഞ്ഞം പദ്ധതിയുടെ സാധ്യതകളും അതിൻ്റെ അപാരമായ സാധ്യതകളും, വിഴിഞ്ഞം പദ്ധതി പോലൊരു പദ്ധതി നടപ്പിലാക്കിയാൽ കേരളം ദുബായ് പോലെയായി മാറുമെന്നും, പക്ഷെ ഇതാരും സമ്മതിക്കത്തിന് വലിയ ലോബികൾ, ദുബായ് പോർട്ടിൻ്റെ ലോബി, കൊളംബോ പോർട്ടിൻ്റെ ലോബി, വലിയ ലോബികളുള്ളത് കൊണ്ട് ഒരിക്കലും സംഭവിക്കത്തുള്ളതും, ഈ പറയുന്ന ഈ കംപ്ലീറ്റ് കഥയും ഒരു ഉൾക്കാഴ്ചയും ഇയാൾക്ക് കൊടുക്കുന്നത്, നമ്മുടെ തോബിയാസിനും ലീനും കൊടുക്കുന്നത് MV രാഘവനാണ്. അങ്ങനെയാണ് പുള്ളി മത്സ്യത്തൊഴിലാളി കൂടെയാണല്ലോ, വിഴിഞ്ഞംകാരൻ കൂടിയാണല്ലോ. അങ്ങനെയാണ് ഏലിയാസ് ജോൺ. പലരും ചോദിക്കും ഏലിയാസ് ജോൺ ആരുടെയോ കാശ് മേടിച്ചിട്ടാന്നൊക്കെ പറയായിരുന്നു, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ തിരിച്ചായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങത്തിറങ്ങുന്നതും ഇതിനുവേണ്ടി സമരം ചെയ്യുന്നതും. അപ്പോൾ പുള്ളി ജേർണലിസ്റ്റ് ആയതുകൊണ്ട് പുള്ളി ചെയ്തത് വലിയ തോതിൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തി, വലിയ വിദഗ്ധന്മാരെ കൊണ്ട് റിപ്പോർട്ടുകൾ നടത്തി. അങ്ങനെ ഇദ്ദേഹം ഇതിൻ്റെ അനന്ത സാധ്യതകൾ കണ്ടെത്തിയിട്ട് എന്നോട് ലീൻ പറഞ്ഞത്, ഇടക്കാലത്ത് ലീൻ വിളിക്കുമ്പം ഏലിയാസ് പറഞ്ഞെന്ന് പറഞ്ഞു, ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഈ വിഴിഞ്ഞം പദ്ധതി മാത്രമുള്ളതെന്ന് പറയുന്നത്. അങ്ങനെ ആ ഡെഡിക്കേറ്റ് ചെയ്ത് അദ്ദേഹമാണ് പിന്നീട് ഈ നയനാർ 96-ൽ എന്തോ പഠനം നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് വലിയ വീമ്പ് പറയുന്നത് നയനാർ പറഞ്ഞു, 2006-ൽ മറ്റേ പുള്ളിക്കാരൻ ഇതിന്റെയൊക്കെ പ്രചോദനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇദ്ദേഹമാണ്, നമ്മുടെ ഏലിയാസ് ജോൺ ആണ് ഇതിന്റെയൊക്കെ പ്രചോദനം. അപ്പം ഏലിയാസിന് എന്നോടുള്ള പണക്കം എന്താണെന്ന് നമ്മളെ ചർച്ച വരുന്നത്. ഏലിയാസിന് എന്നോട് പണക്കം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ
വിഴിഞ്ഞം പദ്ധതിയുടെ സമയത്ത് വലിയ മത്സ്യത്തൊഴിലാളികളുടെ സമരം നടക്കുന്നു. ഈ മത്സ്യത്തൊഴിലാളി സമരത്തിനെതിരെ ആണ് മാധ്യമങ്ങളുടെ ഒരു പൊതു ഇത്. പക്ഷെ നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പദ്ധതിക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ലീനെ, എൻ്റെ വിഷയം, ഞാൻ ഒരിക്കലും പദ്ധതിക്കെതിരായിരുന്നു. നമ്മൾ ഒരിക്കലും ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരെ, പദ്ധതി വേണം, അതിന് വലിയ പക്ഷേ ഈ നർമ്മദ പദ്ധതി, എനിക്കറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇന്ന് മോദിക്കൊക്കെ മുമ്പ്, അത് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോഴാണ്, 90കളുടെ തുടക്കത്തിൽ ഗുജറാത്തിലെ 90, 91, 92, 93 പീരീഡുകളിൽ, 93 91 പീരീഡിൽ മേധാ പട്കർക്കൊപ്പം അവിടെ പോയി നർമ്മദാ പദ്ധതിയുടെ വൃഷ്ടിപ്രദേശത്ത് സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട് ഞാൻ. എനിക്കന്ന് 20, 22, 23, 20 നർമ്മദ ബച്ചാവോ ആന്തോളൻ NBA ഗുജറാത്തിലെ ബറോഡയിലായിരുന്നു എൻ്റെ ഓഫീസ്. ബഡ്വാനി എന്ന് പറഞ്ഞ മധ്യപ്രദേശ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടുന്ന് അരുന്ധതി റോയി നടക്കുന്ന റാലി ഫോർ വാലി എന്ന് പറഞ്ഞൊരു വലിയ ഇതുണ്ടായിരുന്നു ഡൽഹിക്ക്. അതിന് ഒരു 2 ട്രെയിനിലെ മുഴുവൻ ആദിവാസികളെ അപകടത്തിൽപ്പെടാതെ നിയന്ത്രിച്ച്, ടിക്കറ്റൊന്നുമില്ല, ഡൽഹിക്ക് കൊണ്ടുപോയത് ഞാനാണ്. ആ ആദിവാസി അത്രമാത്രം ഞാൻ എൻ്റെ വിഷയം എന്തായിരുന്നു വെച്ചാൽ, ഞാൻ വികസനത്തിനെതിരല്ല. എൻ്റെ വിഷയം എന്ന് വെച്ചാൽ, നമ്മളൊരു വികസന പദ്ധതി നടത്തുമ്പോൾ അതിന് ഇരയാകുന്നവരെ ആദ്യം അഡ്രസ്സ് ചെയ്യണം. സാധാരണക്കാരനായിരിക്കും അവനായിരിക്കും. ഞാൻ പറഞ്ഞ ഇപ്പൊ ഇടുക്കി പദ്ധതി കൊണ്ട് ഇടുക്കിക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണം മുഴുവൻ നമ്മൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുള്ളവർക്കാണ്. ഇടുക്കിക്കാർക്ക് ഒരു ഗുണവുമില്ല. അവിടെ മഴ പെയ്ത കറണ്ട് പോകുന്നത് മാത്രമല്ല, അവിടെ കറണ്ടിന് ഇതുണ്ടോ, വോൾട്ടേജ് ഉണ്ടോ? നമുക്കൊന്നും അറിയത്തില്ല. ഞാനൊക്കെ ഗ്രാമപ്രദേശം ഒന്നും പറയാൻ പറ്റും, നമുക്കൊന്നും വോൾട്ടേജ് ഇല്ല. ഇപ്പോൾ ഇച്ചിരി മാറ്റമുണ്ട്. അതേസമയം അതുപോലെ തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, വിഴിഞ്ഞം പദ്ധതിയുടെ ഇരകളാകുന്ന മത്സ്യത്തൊഴിലാളികൾ 2 തരത്തിൽ. അപ്പോൾ ഇവരിതിനെ ഇരകളെ ഡിഫൈൻ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടാക്കി. അവിടെ അന്ന് കോൺഗ്രസ് സർക്കാർ ഗുജറാത്ത് ഭരിച്ചിരുന്നേ, അവർക്കുണ്ടായിരുന്ന കുഴപ്പം, അവർ പറയുന്ന ആദിവാസികൾക്ക് പട്ടയില്ലല്ലോ, സർക്കാർ ഭൂമി കടന്നു കയറി, അതുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കേണ്ട നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആദിവാസികൾ കാട്ടിൽ താമസിക്കുന്നവരല്ലേ. അപ്പം അവിടുത്തെ ആദിവാസി, ഞാൻ കാട്ടിൽ പോയിട്ടുണ്ട്, ശരീരം മറയ്ക്കാത്ത, മാറു മറയ്ക്കാത്ത സ്ത്രീകളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്, കാട്ടിനുള്ളിൽ. ഞാനൊക്കെ ദിവസങ്ങളോളം നർമ്മദാ നദീതീരത്തൂടെ ഇങ്ങനെ ബോട്ടിൽ പെരുവെയിലത്ത് പോയി, അപ്പം ഉടുപ്പൂരി വെള്ളത്തിൽ മുക്കിട്ടിടും, ചൂട്, അപ്പോഴത്തേക്കും അത് ഉണങ്ങിപ്പോവും. അങ്ങനെയാണ് ഞാനൊക്കെ അക്കാലത്ത് ഈ ആദിവാസികളോടെ പോയി, ആ ആദിവാസികളുടെ സ്കൂളിൽ കിടന്നുറങ്ങിയൊക്കെയാണ് ഞാനൊക്കെ. എപ്പോഴും പാമ്പൊക്കെ കയറി വരും, ഞാൻ കണ്ണു തുറന്നു കാണുമ്പോൾ ഒരു പാമ്പ് ഇതിലെ കൂടെ പോകുന്നതാണ്. ഇങ്ങനെ ഉള്ള അപ്പം അതുപോലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയും. ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ബാധ്യത, അവരെ പുനരധിവസിപ്പിക്കേണ്ട ബാധ്യത സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ ഓക്കി ദുരന്തം ഉണ്ടായി, അതിനുവേണ്ടി ഒരു വീട് പണിന്ന് പറയുന്നതല്ലാതെ കുറച്ചു പേരെ താമസിപ്പിക്കും. ഇന്നും അടിസ്ഥാന സൗകര്യമില്ലാത്ത സാധനങ്ങൾ അവിടെ ഉള്ളത് മുഴുവൻ. അപ്പോൾ ഇവരുടെ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ മത്സ്യത്തൊഴിലാളികൾ ആദിവാസികളും ഈ 2 വിഭാഗത്തിൽപ്പെട്ടവരും അവരുടെ വിഭവങ്ങൾ എന്ന് പറയുന്നതിനോട് ചേർന്ന് അവർക്ക് ജീവിക്കാൻ പറ്റൂ. അതിൻ്റെ ഒരു രീതിയിലാണ് അവരുടെ ജീവിതം. കാരണം അവർക്ക് ശീലിച്ചിരിക്കുന്നത് എന്താണ്? അവർ കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ടാണ് അവർ കുറേ മക്കളൊക്കെ പഠിച്ച് വിദ്യാഭ്യാസത്തോട്ട് പോകുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ എങ്കിൽ പോലും അവരുടെ പരമ്പരാഗത തൊഴിൽ അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, ജീവിക്കാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളി, പ്രായമായ ഒരു മത്സ്യത്തൊഴിലാളിക്ക് നിങ്ങൾ നഗരത്തിൽ ഫ്ലാറ്റ് ഉണ്ടാക്കി തരാം, അവിടെ പോയി സൂചിച്ചോളൂ 3 നേരം ഭക്ഷണം തരാം, അവർ സ്വീകരിക്കത്തില്ല, ഒരിക്കലും ഇല്ല. അത് കോട്ടയം ഏതോ ഭാഗത്ത് ഞാൻ കണ്ട് കുറേ ടെറസ് വീട്ടിലുണ്ടാക്കിയിട്ടിരുന്ന ഈ ആദിവാസികൾക്ക് വേണ്ടി. അവർ താമസിക്കത്തില്ല, അവർക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. അവർക്ക് താമസിക്കാൻ പറ്റത്തില്ല. അവരുടെ വിഭവങ്ങൾ എവിടെയാണ്? കടലിനോട് ചേർന്നാണ്. അവരുടെ സമയം നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? അവർ പ്രകൃതിയെ കാണുന്നത് എങ്ങനെയാണ്? അവരുടെ വിനോദം എങ്ങനെയാണ്? അവർ ജീവിക്കുന്നത് എങ്ങനെ? ഇതൊക്കെ കടലുമായി ബന്ധമുണ്ട്. ഈ സുപ്രഭാതത്തിൽ ഇവരെ പിടിച്ചോണ്ട് നിങ്ങൾ ഫ്ലാറ്റിൽ അടയ്ക്കാൻ നടക്കില്ല. അപ്പം എൻ്റെ പ്രോബ്ലം, ഈ മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാതെ അവർക്ക് കൊടുക്കാൻ നഷ്ടപരിഹാരം ഈ തിരുവനന്തപുരം രൂപത ഇത് സഹകരിച്ചതാണ്. അപ്പൊ ഇതിനോടുള്ളൊരു വിയോജിപ്പ് കൊണ്ടായിരുന്നു നമ്മൾ അതിനെ തിരുവനന്തപുരം ലത്തീൻ രൂപതയെ സംബന്ധിച്ച് ഏറ്റവും വളരെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് ISR തുമ്പ റോക്കറ്റ് നിക്ഷേപണ കേന്ദ്രം വന്നപ്പോൾ അന്ന് ഇതേപോലത്തെ ആളുകളെ മാറ്റേണ്ടേക്ക് വന്നു. പക്ഷേ അന്ന് ബിഷപ്പായിരുന്ന അതിൻ്റെ പേര് ബെർണാഡ് പെരേര എന്ന് പറയുന്നത്, അദ്ദേഹം മുൻകൈ എടുത്താണ് എല്ലാം ചെയ്ത്. അത് ആദ്യം അതെല്ലാം സെറ്റിൽ ചെയ്തിട്ടാണ് പിന്നെ അവർ നിർമ്മാണം തുടങ്ങി. അങ്ങനെ മാറ്റായിരുന്നു. ഇതില്ല, ഇപ്പോഴും മത്സ്യത്തൊഴിലാളി പുനരധിവസിപ്പിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അല്ല വികസന പദ്ധതിക്കെതിരല്ല. ഇനി ഒന്ന് തീരുന്നില്ല, നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ വേറൊരു വലിയ കാര്യമാണ്. നമ്മൾ കപ്പൽ കൊണ്ടുവന്നു, നമ്മളിനി ആർക്കാണ് ക്രെഡിറ്റ് എന്നൊന്നും സംസാരിക്കാൻ നമ്മൾ പറഞ്ഞല്ലോ. അത് തീർച്ചയായിട്ടും 2 പേർക്കേ ഉള്ളൂ. നമ്മുടെ MV രാഘവനാണ് അന്ന് മുതൽ നടന്നിരുന്നത്. ഉമ്മൻചാണ്ടി ഞാൻ പലതവണ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കറിയാം,
ഉമ്മൻചാണ്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന പി ടി ചാക്കോ, അപ്പോൾ ഞാൻ പ്രസ് സെക്രട്ടറി ആയിരുന്നു, എൻ്റെ ഡെസ്ക് ചീഫ് ആയിരുന്നു. ഞാൻ ദീപിക വർക്ക് ഡെസ്ക് ചീഫ് ആയിരുന്നു അദ്ദേഹം. അപ്പം ചാക്കോ സാറിനെ പേടിച്ചാണ് നമ്മൾ പേജ് ചെയ്യുന്നത്. എന്നെ നാടാവുകയെന്ന് ചോദിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന പി ടി ചാക്കോയായിരുന്നു. പിന്നീട് PR ജോലി കിട്ടിപ്പോയി. PR ജോലിയുടെ അദ്ദേഹം ഉമ്മൻചാണ്ടി പ്രസ് സെക്രട്ടറി ആയി. അപ്പം ഈ പി ടി ചാക്കോനോട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടി ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ സർക്കാരിന് പറ്റത്തില്ല, അതിന് കാശില്ല, പ്രൈവറ്റ് പാർട്ടി കൊടുക്കാൻ പറ്റുള്ളൂ, പറ്റിയ ആൾ അദാനിയാണെന്ന് കണ്ടെത്തുന്നു. കാരണം അദാനിക്കാണ് പോർട്ടുകൾ മുഴുവൻ. പക്ഷെ അദാനി മോദിയുടെ ആളാണ്. അത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആണെങ്കിലും മോദി പ്രധാനമന്ത്രിയാകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളാണ്. ഈ സമയത്ത് എനിക്ക് 14 പ്രധാനമന്ത്രിയായി. ഉമ്മൻചാണ്ടി 14 മുഖ്യമന്ത്രി. അതെ, 14 പ്രധാനമന്ത്രിയായി. അപ്പം മോദിയുടെ അദാനിക്ക് ഇത് കൊടുക്കുന്നതിന് മേളിൽ നിന്ന് സോണിയാഗാന്ധി വിലക്കേർപ്പെടുത്തി. പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഡൽഹി വിളിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ ആലോചന നടക്കുന്നു, ചർച്ച നടക്കുന്നു, സോണിയാഗാന്ധി വിളിപ്പിച്ചു. എന്നിട്ട് ഉമ്മൻചാണ്ടി അവിടെ ചെന്നു. സോണിയാഗാന്ധി കൃത്യമായി പറഞ്ഞു, അദാനിക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല, സ്വകാര്യവൽക്കരിക്കുന്ന വിഷയവുമില്ല, ഇത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് ചെയ്തു, നാട്ടിൽ നടന്നു. സമ്മതിച്ചിട്ട് തിരിച്ചു വന്ന് പിറ്റേ ദിവസം ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ട് പ്രഖ്യാപിച്ചു അദാനിക്ക് കൊടുക്കുന്നത് സംബന്ധിച്ച്. ഇതിന് ശേഷം 6 മാസത്തേക്ക് ഡൽഹിക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞു. സോണിയാഗാന്ധി വിട്ടിട്ടില്ല. ഇങ്ങനെ ഇതൊന്നും പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്. ഉമ്മൻചാണ്ടി പോലെ ഒരാൾ മാത്രമേ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. അന്ന് ഇന്ന് നമ്മൾ കണ്ടല്ലോ, ദേശാഭിമാനിയിലെ ഒരു പഴയ കഥയൊന്നും അല്ലല്ലോ. കടൽ കൊള്ള എന്നാണ് 1-ാം പേജ് വന്നിരുന്നത്. കടൽ കൊള്ള എന്ന്. ഈ കടൽ കൊള്ള എന്ന് പറഞ്ഞ് എഴുതി 6000 കോടി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അഴിമതിയുടെ പേരിൽ മുടക്കാൻ സമ്മതിക്കരുത്, ഇത് നടത്തിയിരിക്കുമെന്ന് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയുടെ വിശദീകരണമുണ്ട്. ഞങ്ങൾ അന്ന് എതിർത്തത് ഇത് അഴിമതി ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്, ഇപ്പം അഴിമതി ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം നടത്തിയെന്നാണ്. അങ്ങനല്ല, കടൽ കൊള്ളയാണ്, നടത്തരുത്, ഹർത്താൽ പ്രഖ്യാപിച്ച ടീംസാണ്. അതെ. എന്നിട്ട് അവർക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ പോലും തോന്നുന്നില്ല. രാഷ്ട്രീയത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരാൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പ്രോജക്റ്റുകൾ ഒരു അയാളെ ടൈം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ അയാളെ ഓർക്കാതിരിക്കുക എന്നുള്ളത് ക്രൂരമാണത്. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ ഉമ്മൻചാണ്ടി 2011 മുതൽ 16 വരെ നടത്തിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചത് ഈ മനുഷ്യനാണ്. കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടി അടുപ്പിച്ചിട്ടില്ല. കണ്ണൂർ എയർപോർട്ട്, കൊച്ചി മെട്രോ, വലിയ പദ്ധതികളെല്ലാം ഉമ്മൻചാണ്ടി കൊണ്ട്. ഇത് ഈ മനുഷ്യൻ, ഈ കാരണഭൂതം അല്ലെങ്കിൽ ഇപ്പൊ കേദാസൻ, ഇയാൾ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നു? ഒരു പദ്ധതി സ്വന്തമായി ഒന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവരാനിട്ടത് ഏതാണ്? കേരളയിൽ. അത് നടപ്പിലാക്കുന്ന ആർക്കറിയാം? 1.5 ലക്ഷം രൂപ 1.5 ലക്ഷം കോടി രൂപ ഉണ്ടാക്കത്തില്ല. ഇയാൾക്ക് നടപ്പിലാക്കി കമ്മീഷൻ മാത്രം മതി. അതെന്തിയ കെ ഫോൺ? അങ്ങനെ കുറെ പേർ കെ കൊണ്ടുവന്നു. എല്ലാം കാണുന്നുണ്ടോ? എല്ലാം കെ ഫോൺ എന്നല്ല, ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും ഉടായിപ്പും നോണയും വൃത്തികേടുമുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടി CPM-നെ കുറ്റം പറയല്ല, പിണറായി വന്നതിന് ശേഷം ഇതുപോലെ അധപ്പതിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ലോകത്തില്ല. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ പേര് പറയാൻ അവർക്ക് മടിയാണെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. കഷ്ടമാണ്. ഇത് ഒരു ഉദാഹരണം വേറെ പിന്നെ നമ്മുടെ തീരദേശ റെയിൽവേ ഉണ്ടല്ലോ, VM സുധീരൻ MP ആയിരുന്നപ്പോൾ 77 MP ആയിരുന്നപ്പോഴാണ് അദ്ദേഹം ഡൽഹിയിൽ നിരാഹാരം പ്രഖ്യാപിച്ചു, തന്നില്ലെങ്കിൽ. അന്ന് PK ആണ് ഇവിടെ മുഖ്യം. ഇന്ന് PK ചരമദിനാണ് കേട്ടോ. VM സുധീരൻ ഫേസ്ബുക്കിൽ അനുസ്മരണം ഇട്ടിട്ടുണ്ട്. അപ്പം സുധീരൻ പ്രഖ്യാപിച്ചു. അവിടെ കൊടും തണുപ്പാണ്. അദ്ദേഹം അവിടെ നിരാഹാരം കിടന്നുള്ള അവസ്ഥ എന്താണെന്ന് PK അദ്ദേഹം ഡൽഹിയിൽ ദീർഘകാലം പണ്ട് MP ആയിരുന്ന ആളല്ലേ. അദ്ദേഹം അടിയന്തര ഡൽഹിയിൽ ചെന്ന് അദ്ദേഹം തന്നെ പിന്നെ നേരിട്ട് മുഖ്യമന്ത്രി MP-യെ വിളിച്ചുകൊണ്ട് ചെന്ന് മധു ബന്ദോപാധ്യായ റെയിൽവേ മന്ത്രി കണ്ട് അദ്ദേഹത്തിൻ്റെ സർവ്വശക്തി ഉപയോഗിച്ച് പോരാടിയാണ് ഈ തീരദേശ റെയിൽവേ, ആലപ്പുഴ റെയിൽവേ. അവസാനം ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് സുധീര MLA ആണ്, MP അല്ല. അന്ന് MP വക്കം പുരുഷോത്തനാണ്. ഈ VM സുധീരനെ ക്ഷണിച്ചിട്ടോ ഒരു കത്തെങ്കിൽ ഞങ്ങളിങ്ങനെ ഉദ്ഘാടിക്കുകയാണ്, നിങ്ങളെ അറിയിക്കുകയാണെന്ന് പോലും അന്ന് കേരളം ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. എന്നിട്ട് പോലും കോൺഗ്രസ് ആണ്. പിണറായിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വക്കം പുരുഷോത്തം VM സുധീരനെ വിളിക്കത്തില്ല. പിന്നെ പിണറായി ഉമ്മൻചാണ്ടി ആരും വിളിച്ചില്ല VM സുധീരനെ. അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് MLA കോട്ടസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ ആരോ പറയാൻ ചെയ്തത്. തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് പറയാൻ? ഒരു മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് നേതാക്കന്മാർക്ക് അവസ്ഥ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവർ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പ്രോജക്റ്റുകൾ അവസാനം ക്രെഡിറ്റ് വേറെ ആർക്കെങ്കിലും പോകും. ഇത് ഉമ്മൻചാണ്ടിയുടെ പേരിടേണ്ടതാണ് വാസ്തവത്തിൽ ഈ പോർട്ടിന്. ഇനി ഉമ്മൻചാണ്ടിയുടെ പേര് ഉമ്മൻചാണ്ടി ഒന്ന് അനുസ്മരിക്കേണ്ടതാണ്. 1 മിനിറ്റ് ഒന്ന് എണീറ്റ് നിന്ന് ആദരിക്കേണ്ടത് അല്ലേ? അതാണ് മര്യാദ. അതല്ലേ മര്യാദ. പക്ഷേ CPM-നോടോ പിണറായിയോടോ മര്യാദ പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമായി ഇതുണ്ടാവുന്നു. ഇനി ഞാൻ ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും ഗൗരവമുള്ള വിഷയം ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ, ഇപ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി
നാട്ടിൽ ഒരുപാട് വികസനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. ഒന്ന്, ഇത് ഒരു തിയററ്റിക്കലി ശരിയാണ്. അതെ. കാരണം ഈ നാട്ടിൽ വികസനം ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടാണ്. ഒന്ന്, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നുള്ളതാണ്. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവർ അടിസ്ഥാനപരമായി ഈ സംരംഭങ്ങൾക്ക് അവർ ക്യാപിറ്റലിനെതിരാണ്. ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ബിസിനസ് ഉണ്ടാവും. സ്വന്തം മക്കൾക്ക് ക്യാപിറ്റലിസ്റ്റ് അല്ല, അത് കേരളത്തിന്റെ പുറത്ത്. ഇവിടെ പറ്റത്തില്ല. ഇവിടെ നമ്മളെ പിടിച്ചു പറയും, മക്കളൊക്കെ പിടിച്ചു പറയും കഞ്ചാവ്. കേരളത്തിന് പുറത്ത് വേണേ സംരംഭകര്, യുവ വനിതാ സംരംഭകർ, മക്കൾ വിദേശത്ത്. അല്ല, ഇവിടെ ആരെന്ത് സംരംഭം നടത്തിയാലും ഇവരുടെ ചിന്ത എനിക്ക് സങ്കടം തോന്നും. ഇത് ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചെറുപ്പം മുതലേ പാർട്ടിയിൽ നിന്ന് പഠിക്കുന്നത്. എൻ്റെ വിഷമം, ഞാൻ പാർട്ടിക്കാരനായിരുന്നു. അപ്പം ഞാൻ എൻ്റെ 16-17 വയസ്സിലൊക്കെ ഞാൻ അറിയാതെ വിശ്വസിച്ചിരുന്നു വിപ്ലവം വരുമെന്ന്. എൻ്റെ വിശ്വാസം അതാ. അപ്പം EMS കത്തെഴുതും. അന്നിപ്പം EMS മറുപടി അയക്കും. എനിക്കതൊന്നും എടുത്ത് വെച്ചാൽ EMS മറുപടി അയക്കും. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ വായനശാലയിൽ പോയിട്ട് ഞാൻ വരും. ഞാനൊന്ന് ഇച്ചിരി റിബൽ ജീവിതമാണ്. വായനശാലയിൽ പോയിട്ട് രാത്രി KP ബാബു എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ബാബു ഇപ്പം കാഞ്ഞങ്ങാടെങ്ങാണ്ട് ഒരു സർക്കാർ ഓഫീസിൽ ഉദ്യോഗസ്ഥനാണ്. എന്നോട് ഇഷ്ടമല്ല. എന്താ കാര്യം എന്നറിയോ? കടുത്ത കമ്മിയാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അവനെ ഉത്തരകാലം കൂടെ, അവൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് സെറ്റിലായി. അപ്പം ഞാൻ അവനെ വന്നപ്പോൾ, നീ എന്നെക്കുറിച്ച് ഒരു വീഡിയോടാ. ഞാൻ നിങ്ങളുടെ വീഡിയോ ഒന്നും കാണത്തില്ല. അതിനാ നിങ്ങൾ നമ്മുടെ പാർട്ടിയെ കുറ്റം പറയുകയാണ്. ഞാൻ പറഞ്ഞു, എടവേ നമ്മൾ രണ്ടും ഒരുമിച്ച് അവിടെ പോയിരുന്ന് കുറേ കാലം സ്വപ്നം കണ്ടതല്ലേ, അതൊന്നും മതിയില്ല, നിങ്ങൾ അത് മറന്നുപോയി. ഞാനും ബാബുവും കൂടെ ബാബുവിൻ്റെ വീട്ടിലേക്ക് കയറുന്ന സൈഡിൽ ഒരു കൊക്കോ തോട്ടത്തിൽ ഇരുന്നുകൊണ്ട് വിപ്ലവം വരുന്ന കാലത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ പുത്തങ്കാവിൽ പുന്നൂസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ വീടുള്ള ആൾ. അപ്പം ഞങ്ങൾ തമ്മിൽ തർക്കമായിരുന്നു, ഈ വീടിൻ്റെ മുന്നേ കൊടി ഉയർത്തുന്ന അവനാണോ ഞാനാണോ വിപ്ലവം വരുമ്പോൾ. മാത്രമല്ല, ഇവർ പറയുന്ന ഉദാഹരണങ്ങളെ റുമേനിയ, പോളണ്ട്, നമ്മുടെ സ്വപ്ന ലോകമാണ്. അപ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന, അങ്ങനെ തലേ കയറിയിരിക്കുന്ന അതിനൊരു നമ്മുടെ ചിന്ത എന്നതൊരു ബൂർഷ്വ എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം പുത്തങ്കാവിലെ കുഞ്ഞുമോൻ എന്ന് പറയുന്ന, പുത്തങ്കാവിലെ പുന്നൂസ് എന്ന് പറയുന്ന ആള്, പുന്നൂസിൻ്റെ ചേട്ടാനിമാരൊക്കെ പല സ്ഥലത്തുണ്ട്. കുഞ്ഞുമോൻ ദുബായിലാണ്. പുന്നൂസ് മരിച്ചുപോയി, കിണറ്റി വീണ്. മറ്റേ ഒരു പെരയിൽ കയറി എന്തോ ചെയ്തപ്പോഴത്തേക്കും പേന മാറി നേരെ കിണറ്റി പോയിട്ട് പുന്നൂസ് മരിച്ചുപോയി. ഇവരൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺമുമ്പിലെ ബൂർഷകൾ. അപ്പൊ ഈ ബൂർഷകളോടുള്ള വിരോധം ഈ രക്തത്തിൽ കയറ്റി വെച്ചിരിക്കുക. അപ്പൊ ആരോടും ബൂർഷ, കാറുള്ളവൻ ബൂർഷയാണ്, നല്ല വീടുള്ളവൻ ബൂർഷയാണ്, വസ്തുവുള്ളവൻ ബൂർഷയാണ്. അപ്പൊ ഈ ബൂർഷ്വാ സങ്കല്പം ഉള്ളത് കൊണ്ട് ഇവൻ ഒരു ബസ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മായാത്ത ഒരു ഓർമ്മയെന്ന് പറയുന്ന, ആലപ്പുഴയിൽ അങ്ങോട്ട് ഒരു ബസ്സുള്ള ഒരുത്തൻ്റെ ആ ബസ്സിൽ ഒരു കൊടി നാട്ടിയിട്ട് മുമ്പിൽ 2 പേരിങ്ങനെ കൊടി വിളിക്കുന്നു. ഒരു നേതാവ് ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. ബസ് യൂണിയൻ സമരമാണ്, ഒരു ബസ്സുള്ളവന്. അപ്പം ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാരണമാണ് കേരളത്തിൽ സംരംഭം. ഇവിടെ എല്ലാവരും, ഞാൻ പറഞ്ഞ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വരവേൽപ്പ് സിനിമയിൽ മറ്റേ മോഹൻലാൽ ഗൾഫിൽ നിന്ന് ബസ് വാങ്ങി, അദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായ അനുഭവം, അധ്യാപനക്കാരൻ ആളാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇതാണ് ആദ്യത്തെ കേരളത്തിന്റെ ഏറ്റവും വലിയ നാശം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിണറായി ഭയങ്കര ഇരട്ടച്ചങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഉണ്ടാക്കുന്ന ആർക്കാണെന്നറിയാവോ? ഇപ്പൊ പിണറായിയെ സൂചിപ്പിക്കാൻ വേണ്ടി അടുത്ത കാലത്ത് ഒന്നിനും വ്യവസായികൾക്ക് കേരളം വ്യവസായ സംരംഭ സംസ്ഥാനം അവർക്ക് പറ്റും. അതായത് പിണറായിക്ക് കമ്മീഷൻ കൊടുക്കുന്ന, പിണറായിയുടെ മക്കൾക്ക് മാസപ്പടി കൊടുക്കുന്ന ആളുകൾക്ക് വഴിവിട്ട് സഹായം ചെയ്തു. ഞാൻ യഥാർത്ഥ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ ബിസിനസ്സുകാരൻ നമ്മൾ പൂവിട്ട് പോയിരിക്കണം. അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന പണം ബാങ്കിൽ നിന്ന്, യഥാർത്ഥ ബിസിനസ്സുകാരൻ, ഞാൻ ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്നു, ഈ 10 ലക്ഷം രൂപ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഈ 10 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപ കൂടി ബാങ്ക് എനിക്ക് ലോൺ തരുന്നു. കാരണം എന്നെ വിശ്വാസമാണ്. ആ 20 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു. ഈ നിക്ഷേപിക്കുമ്പോൾ എനിക്ക് ലാഭം കിട്ടുന്നു, ബാങ്കിന് പലിശ കിട്ടുന്നു, കുറച്ചു പേർക്ക് തൊഴിൽ കിട്ടുന്നു, സർക്കാരിന് നികുതി കിട്ടുന്നു. ഇതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നികുതി വെട്ടിച്ച് ലാഭം ഉണ്ടാക്കാൻ സർക്കാർ സഹായം ചെയ്തു കൊടുക്കും. ഏത് ഈ പിണറായിയുടെ മുതലാളിമാർക്ക് അവർ പറയും കൊള്ളാം. അല്ലാതെ പ്രോപ്പറായിട്ട് ചെയ്ത് നമുക്ക് കൊച്ചോസം ചിറ്റില്ല പുള്ളി, അയാളുടെ ഫാക്ടറികൾ മുഴുവൻ അയാൾ കേരളത്തിന് പുറത്തേക്കാക്കി. അതുപോലെ കിറ്റക്സ് അല്ല, ഇവരൊക്കെ ആക്കി. ഒരുമാതിരിപ്പെട്ട ഇപ്പോഴും സ്വർണ്ണക്കടക്കാർ പോലും സ്വർണ്ണ നിർമ്മാണ ഫാക്ടറി തുടങ്ങത്തില്ല, വിൽപ്പന ഉണ്ടാക്കത്തുള്ളൂ. മാത്രമല്ല, നമ്മൾ കന്യാകുമാരി ജില്ലയിൽ പോയാൽ അവിടെ മുഴുവൻ ക്യാഷ് ഫാക്ടറികളാണ്. ഇതെല്ലാം തന്നെ കൊല്ലത്തുള്ള ഇവിടെ. അപ്പൊ ഇങ്ങനെ ഉണ്ടായ അന്തരീക്ഷം ഒന്ന്. അപ്പൊ രണ്ടാമത്തെ കാര്യം വളരെ ഗൗരവമേറി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മത്സ്യത്തൊഴിലാളികൾ പുനരധിവസിപ്പിച്ചില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പദ്ധതി പൂർത്തിയാകുമ്പോൾ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം.
അടിസ്ഥാന സൗകര്യം. ഇതിപ്പം നമ്മൾ ഇത്രയും കൊട്ടിഘോഷിക്കുന്നു. നമ്മുടെ ഭയങ്കര ഇന്നത്തെ പത്രങ്ങളിലെ വാർത്ത കണ്ടാൽ, നമ്മുടെ ചാനൽ കണ്ടാൽ ഇത് ഭയങ്കര ദുബായ് ആയി കഴിഞ്ഞിരിക്കും, ദുബായ്. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ ഞാൻ ഇന്ന് ഗ്ലോബൽ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്തിന്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ സപ്ലൈ ചെയിൻ കമ്പനിയാണ് ഗ്ലോബൽ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞത്. മുംബൈ ബേസ്ഡാണ്, പല സംസ്ഥാനം, ചെന്നൈയിലൊക്കെ ഡൽഹിയിലൊക്കെ ഉണ്ട്. അപ്പം ഞാനതിന് ജിസ് മാത്യു ജേക്കബ് എന്ന് പറഞ്ഞ ആളെ മഹാരാഷ്ട്രയിലെ സർക്കാരിൻ്റെ എന്തോ അഡ്വൈസറൊക്കെയാണ്. എൻ്റെ ക്ലാസ്മേറ്റൊക്കെ ആതിരപ്പള്ളി സെൻറ് ജോൺസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ജിസ് മാത്യുവിനെ ഞാൻ വിളിച്ചു. ജിസുനോട് ചോദിച്ചപ്പോൾ ജിസു പറഞ്ഞത് ഈ TU എന്ന് പറഞ്ഞ കണക്കാണ് ഇതിൻ്റെ എൻ്റെ ഒരു എന്താ പറയുന്നത് കപ്പാസിറ്റി. അപ്പം ഇത് 1 മില്യൺ TU ആണ് നമ്മുടെ വിഴിഞ്ഞം പദ്ധതി. 13 മില്യനാണ് മുംബൈയിൽ ഇപ്പോൾ ഉള്ളത്. 25 മില്യനാണ് മുംബൈയിലെ പോർട്ടിന് വരാൻ പോകുന്നത്. അപ്പം അങ്ങനെ അത്രയും വലിയ പോർട്ടുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് 1 മില്യൺ എന്നുള്ളത് 6 മില്യൺ വരെയായി വളരാം, ഭാവിയുണ്ട്. പക്ഷേ ഈ പോർട്ടിന് ചില പ്രത്യേകതകളുണ്ട്. ഇത് അന്താരാഷ്ട്ര കപ്പൽ പാത ഇവിടുന്ന് 10 നോട്ടിക്കൽ മൈൽ അപ്പുറം മാത്രമാണ്. അത് നമ്മൾ അതായത് ഈ മിഡിലാണ്. അപ്പൊ അവിടുന്ന് എളുപ്പത്തിൽ ഇവിടെ വന്ന് നമ്മുടെ സാധനം എടുത്തുകൊണ്ട് പോകാനും സാധനം കൊണ്ടു കൊടുക്കാനും പറ്റും. ഈ ഒരു കാർ തിരിക്കും പോലെ കൊണ്ടുവരാന്നാണ് പറഞ്ഞത്. അത് പാർക്കിംഗ് ആയിട്ട് എളുപ്പത്തിലായെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്ര എളുപ്പമാണ്, അത്ര സൗകര്യമാണ്, അടിസ്ഥാന സൗകര്യമുണ്ട്, വലുതാകാനുള്ള സ്കോപ്പും ഉണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് 2 കാര്യമുണ്ട്. ഈ ഒരു പോർട്ട് ഭംഗിയാവണമെങ്കിൽ കടൽ പാത ശരിയാണ്. കടലിൽ നിന്ന് കപ്പൽ വരും, ഇവിടെ കൊണ്ട് സാധനം ലോഡ് ചെയ്യാം, ഇവിടുന്ന് കൊണ്ടുപോകുകയും ചെയ്യാം. ഈ ലോഡ് ചെയ്യുന്ന സാധനം ഇവിടുന്ന് എങ്ങോട്ട് പോകും, എങ്ങനെ പോകും? ഇപ്പൊ നിലവിൽ കപ്പലിൽ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. അതാ പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അതായത് ഒരു പോർട്ട് ലാഭകരമാവണമെന്നുണ്ടെങ്കിൽ 2 റെയിലും റോഡും, റെയിൽ പാത സ്ട്രോങ് ആയിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം. പോർട്ടിൽ നിന്ന് വരുന്ന സാധനം അപ്പം തന്നെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റണം. അല്ലെങ്കിൽ വലിയ ട്രക്കുകൾ, വലിയ ട്രെയിലറുകൾ, അത്ര റോഡ് ഉണ്ടാവണം. നമുക്കിപ്പോൾ ഒരു ദേശീയപാത വരുന്നുണ്ട്, അതുപോലും പോരാ. ആ ദേശീയപാത പോലും പോരാ. ആ ദേശീയപാത നിർമ്മിച്ചില്ലായിരുന്നെങ്കിൽ ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. കാരണം നമ്മുടെ ഇപ്പൊ പോകുന്ന കൊല്ലത്തുള്ള വഴി ഈ ട്രെയിലർ പോയിട്ട് ഒരു ലോറി പോകുമോ? ഇല്ല. അപ്പൊ ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇറക്കുമതിക്കും കയറ്റുമതിക്കുമുള്ള ഇത് എന്താണ് പോർട്ട് ചെയ്യുന്നത്? വലിയ സാധനങ്ങൾ കൂട്ടത്തോടെ കൂട്ടും. ഇപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടുന്ന് ഒരു സാധനം വിദേശത്തേക്ക് അയക്കുന്നു, എയർ കാർഗോ അയച്ചാൽ എത്രയോ ഇരട്ടി കാശാവും. കപ്പൽ സമയമെടുത്താലും ഈ സാധനം വളരെ ചീപ്പായിട്ട് പോകും. ഇത് 2000 എന്താണ് ഇറക്കിയിരിക്കുന്നത് കണ്ടെയ്നറുകൾ. 10,000 കണ്ടെയ്നറാണ് ആ കപ്പലിൽ മൊത്തം ഉള്ളത്, ബാക്കി സ്ഥലത്തേക്ക് പോകണേ. അപ്പം ഒരു കപ്പലിൽ തന്നെ 10,000 കണ്ടെയ്നർ ഒന്ന് ഇറക്കാവുന്ന സാഹചര്യമുണ്ട്, 16 കണ്ടെയ്നർ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ സർക്കാർ 9 കൊല്ലമായി നോക്കണം ഈ പദ്ധതി തുടങ്ങിയത്. ഇവിടെ റിംഗ് റോഡ് ഉണ്ടാക്കണമായിരുന്നു, ഈ നാവായക്കുളം റിംഗ് റോഡ് ഉണ്ടായിരുന്നു. ഇവിടേക്ക് ദേശീയപാതയിലേക്ക് കണക്ട് ചെയ്യുന്ന വലിയ റോഡ് ഉണ്ടാക്കണമായിരുന്നു. ഇവിടുന്ന് ബാലരാമപുരത്തേക്ക് കണക്ട് ചെയ്യുന്ന റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഇതൊന്നും ചെയ്തില്ല. എന്ന് മാത്രമല്ല, ഈ സാധനം വന്ന് ഇറക്കുന്നു, ഇത് സ്റ്റോർ ചെയ്യണം. അപ്പൊ വലിയ സ്റ്റോറേജുകൾ. അതായത് ഈ പദ്ധതി കൊണ്ട് ലാഭം ഉണ്ടാവണമെങ്കിൽ ഈ വിഴിഞ്ഞം പദ്ധതിയോടനുബന്ധിച്ച് ഏക്കർ കണക്കിന്, ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ എല്ലാ സംരംഭങ്ങളും തുടങ്ങണം. ഞാൻ പറഞ്ഞ ഉദാഹരണം, എനിക്ക് ഒരു തുണി ഫാക്ടറി ഉണ്ടെന്ന് കരുതുക. ഞാൻ അമേരിക്കയിലെ ഒരു കമ്പനിക്ക് ടൺ കണക്കിന് തുണി കയറ്റി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ല വേണ്ട, എനിക്ക് തുണി ഫാക്ടറി വേണ്ട, എനിക്കൊരു ഇറച്ചി കച്ചവടം ഉണ്ടെന്ന് കരുതുക. ഞാൻ അമേരിക്കയിലേക്ക് കയറ്റി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ സാധനം, എൻ്റെ ഫാക്ടറി ഇരിക്കുന്നത് ചിലപ്പോൾ കോതമംഗലത്തായിരിക്കും. കോതമംഗലത്തെ എൻ്റെ ഫാക്ടറിയിൽ നിന്നും വലിയ ട്രെയിലറിന് എനിക്ക് സാധനം എത്തണം. ഇവിടുത്തെ കപ്പലിന് സാവകാശം ഉണ്ടാവാം. അപ്പൊ എൻ്റെ ബുക്ക് ചെയ്തിരിക്കുന്ന കപ്പലെന്ന് പുറപ്പെട്ടാൻ പറ്റില്ല. അപ്പൊ എനിക്കിവിടെ സ്റ്റോറേജ് സൗകര്യം വേണം. അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? ഈ വിഴിഞ്ഞ പദ്ധതിയോടനുബന്ധിച്ച് സ്റ്റോറേജ് സൗകര്യങ്ങൾ ഉണ്ടാവണം, അനുബന്ധ ഫാക്ടറികൾ ഉണ്ടാവണം, മത്സ്യ പ്രോസസ്സിങ് സാധനങ്ങൾ ഉണ്ടാവണം, ഫാക്ടറികൾ ഉണ്ടാവണം. അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ഏതു തരത്തിലുള്ള ബിസിനസ് ഇവിടെ തുടങ്ങാൻ പറ്റും. ടൗൺഷിപ്പ് പോലെ തന്നെ വരണം. വലിയ ടൗൺഷിപ്പ് എന്നല്ല, അതായത് വലിയ തോതിൽ ഇത് ആരംഭിക്കുമ്പോൾ മാത്രമേ ഇതിന് ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഒരു കാര്യം ആലോചിക്കണം, ഈ വിഴിഞ്ഞം പദ്ധതി ലാഭം ഉണ്ടാക്കി അദാനിക്ക 25 ആദ്യത്തെ 15 കൊല്ലം മുഴുവൻ ലാഭം അദാനിക്ക്, പിന്നെ 40 കൊല്ലം വരെ 1% വെച്ചാണ് കിട്ടുന്നത്. അതായത് 16-ാം കൊല്ലം 1%, 40 കൊല്ലം വരെ ഓരോ ശതമാനമാണ് വരുന്നത്. പിന്നെ 20 കൊല്ലം കൂടി അദാനിക്ക് കൊടുക്കും. 65 കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർ
അന്തരിക്കും. അതെ അതെ 65 കോടി അത് കഴിഞ്ഞിട്ട് കേരളത്തിന് കിട്ടും. പക്ഷെ നമുക്ക് നികുതി കിട്ടും ഒരു വശത്ത്, കാരണം ടാക്സും മറ്റുമുണ്ട്. 2, ഇതിനോടനുബന്ധിച്ചുള്ള വ്യവസായങ്ങൾ വളരുമ്പോഴാണ് തൊഴിൽ കിട്ടുന്നത്. ഇതിനുള്ള ഒന്നും ഇവർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞേ, ഈ വിഴിഞ്ഞം പദ്ധതി അവിടെ അദാനി ചെയ്തോളൂ, നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വിഴിഞ്ഞം പദ്ധതി അദാനി ചെയ്യുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ പരിസര പ്രദേശത്തുള്ള, ഇപ്പം എന്നോട് കിറ്റക് സാബു പറഞ്ഞത്, കിറ്റക് സാബു അവിടെ ചെന്ന് ഫാക്ടറി തുടങ്ങി. കിറ്റക് സാബിന് സ്ഥലം കാണിച്ചു കൊടുത്തു, ഇതാണ് നിങ്ങളുടെ സ്ഥലം, കോൺട്രാക്ട് എഴുതി കൊടുത്തു, എടുത്തോളാൻ പറഞ്ഞു. തെലങ്കാന ഞൊടിയിടയിൽ ഇലക്ട്രിസിറ്റി ബോർഡുകാർ വരുന്നു, ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കുന്നു, അവർ തന്നെ സെറ്റ് ചെയ്യുന്നു, ഹെൽത്ത് ആൻഡ് കംപ്ലീറ്റ് അവിടെ ആൾക്കാരെ നിയമിച്ചിരിക്കുകയാണ്, എല്ലാ സംവിധാനങ്ങളും എടുത്തു കൊടുക്കുന്നു. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തം? സർക്കാരിൻ്റെയാണ്. അയാളുടെ ഉത്തരവാദിത്തം എന്താണ്? ഫാക്ടറി തുടങ്ങി അതിലേക്ക് വേണ്ട യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഉൽപ്പാദിപ്പിക്കുക. അത് ഈവൻ വേസ്റ്റ് മാനേജ്മെന്റ് വരെ അവരാ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ കയറി ഇറങ്ങി നശിപ്പിച്ച്. അപ്പം ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണം കിട്ടണമെങ്കിൽ, ഈ പറയുന്ന പത്രത്തിൽ വരുന്ന ഗുണം കിട്ടണമെങ്കിൽ, ഇതിനോടനുബന്ധമായി ഈ വിഴിഞ്ഞം അടക്കം കഴക്കൂട്ടം വരെ, അല്ലെങ്കിൽ അങ്ങോട്ട് പൂവാറ് വരെ, ഇത് വലിയ വികസന പദ്ധതിയാണ് മാറണേ. ഈ വികസന പദ്ധതിയാണ് മറ്റൊരു കണ്ടീഷനുണ്ട്. അവിടെയൊക്കെ തെങ്ങിപ്പാർക്കുന്ന ആരാ? മത്സ്യത്തൊഴിലാളികളാണ്. അപ്പൊ അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ പുനരധിവസിപ്പിച്ച് ആ കുടുംബത്തിലുള്ളവർക്ക് തൊഴിൽ കൊടുത്ത് അങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞ്, ഒരു മത്സ്യത്തൊഴിലാളിയുടെ സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അവൻ്റെ ഉപജീവനം മുടങ്ങത്തില്ല, അവനെ പുനരധിവസിപ്പിക്കും, വെറുതെ ഫ്ലാറ്റിലല്ല, അവന് സ്വസ്ഥമായി അവൻ്റെ ഉപജീവനം തുടരുന്ന തരത്തിൽ ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കും. ആദ്യം അത് ചെയ്യും, എന്നിട്ട് അവൻ ഇറക്കാവൂ. അതെ. 2, ഈ പദ്ധതി പൂർത്തിയാവുന്നതനുസരിച്ച് ഇവിടുത്തെ ജോലിക്കാരെ, ഇവൻ മക്കളെ ജോലി കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇവ മാറും. ഇതെന്നാ ചെയ്യുന്നത്? നാളെ നിങ്ങൾ പൊക്കോ, ഞങ്ങളെ ഒരു സ്കൂളിൽ, അപ്പുറത്തെ സ്കൂള് നനഞ്ഞു നിൽക്കുന്ന സ്കൂളിൽ അവിടെ താമസിച്ചു എന്ന് പറഞ്ഞാൽ വർഷങ്ങളുള്ള കിടക്കണം. അപ്പം ഈ ഭാവനയൊന്നും ഈ സർക്കാരിനില്ല. ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി തുടങ്ങി, ഉമ്മൻചാണ്ടി അദാനി നടത്തി, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നവർക്ക് അല്പമെങ്കിലും മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഈ പദ്ധതി തുടങ്ങുമ്പോൾ ഇത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇതിന് അനുബന്ധ സംവിധാനം ഒരുക്കി. ഇതൊന്നും ചെയ്തിട്ടില്ല, യാതൊന്നും ചെയ്ത്. അതുകൊണ്ട് ഇതിന്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് ഉടനെ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഉറപ്പാണ്. മിനിമം ദേശീയപാതയുടെ പണി കഴിയണം. അതെ, ദേശീയപാതയുടെ പണി കഴിഞ്ഞ് അവിടെയൊക്കെ റോഡ് ആക്കി എടുത്താൽ അത് 2 കൊല്ലം കൂടെ എടുക്കും. റെയിൽവേ ഇത് രണ്ടും വന്നാൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാവൂ. എന്നാലും പോരാ, ഒരു 10-15 കൊല്ലം കൊണ്ട് ഈ വികസന പദ്ധതികൾ പൂർത്തിയായാൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുണ്ടാവും. ഈ വികസന പദ്ധതികൾ 10-15 കൊല്ലം കൊണ്ട് പൂർത്തിയാകണമെങ്കിൽ ഈ ദാസൻ ഇറങ്ങിപ്പോണം. ഇത് ഞാനാണ് 5 കൊല്ലം കൂടെ ഭരിക്കുന്നെങ്കിൽ പോയി, ഒരു പദ്ധതി കൊണ്ട് ഒരു ഗുണവുമില്ല. ഈ CPM-കാരാണ് ഇനി ഭരിക്കുന്നെങ്കിൽ ഒരു ഗുണമില്ല. അടുത്ത ശ്രമം പരമാവധി പാർട്ടിക്കാരെ ഈ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് എടുക്കാനുള്ള അതൊക്കെ ചെയ്യും. അതിപ്പോ തന്നെ അവരുടെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ ഏതാണ്ട് 650-700 പേരെ ഇപ്പൊ എടുക്കുന്നുള്ളൂ. പക്ഷേ ഇവർ ഭരണത്തിൽ തുടർന്നാൽ എല്ലാ വികസന പദ്ധതി വന്നാലും മുടിഞ്ഞു പോകത്തുള്ളൂ. എന്നിട്ടൊരു ഉളുപ്പമില്ലാതെ അവര് ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. പക്ഷെ ജനത്തിന് ബോധമുണ്ട്, ജനത്തിന് ബോധമുണ്ട്. എന്തായാലും കേരളത്തിൻ്റെ ഒരു വലിയ സ്വപ്നം പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ സുന്ദരമായി നമ്മുടെ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. പിണറായി മേല് നടിച്ചിട്ടും മസിൽ പിടിച്ചിട്ടും കാര്യമില്ല. ജനങ്ങൾക്കറിയാം പിണറായി ഇത് നശിപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. എന്തായാലും ഇത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത മാതിരിയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കേരളത്തെ ഒരു ദുബായി ആക്കി മാറ്റുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.